സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഹിയറിംഗിൽ അസാധാരണ ഉപാധികൾ വെച്ച എൻ പ്രശാന്ത് IAS ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. 16-ാം തീയതി വൈകിട്ട് 4:30-ക്കാണ് ഹിയറിംഗ് ഉള്ളത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ എൻ പ്രശാന്ത് IAS ഈ അസാധാരണ ആവശ്യങ്ങൾ ഉന്നയിച്ചതിനു പിന്നിൽ എന്താണ്? സ്മൃതി, പ്രശാന്ത് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ സർക്കാരിന് നൽകുമ്പോൾ ആ വിശദീകരണം അദ്ദേഹം നൽകുന്നത് പോലല്ല പുറത്തേക്ക് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അത് മാധ്യമങ്ങൾക്കടക്കം തെറ്റായ രീതിയിൽ നൽകുന്നു. അതനുസരിച്ച് തനിക്കെതിരായ വാർത്തകളായിട്ടാണ് അത് പുറത്തു വരുന്നത്. അങ്ങനെ ഇനിയൊരു ഹിയറിംഗ് നടക്കുമ്പോൾ സംഭവിക്കരുത്. അതുകൊണ്ട് തൻ്റെ ഹിയറിംഗ് റെക്കോർഡ് ചെയ്യുകയും ലൈവ് സ്ട്രീമിംഗ് ആയി പൊതുജനത്തിന് കാണുന്ന തരത്തിലേക്ക് കൂടി അത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് 10-ാം തീയതി ഫെബ്രുവരി മാസം 10-ാം തീയതി ആണ് പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കത്ത് കൊടുക്കുന്നത്. അതിന് മറുപടിയായിട്ട് ഈ മാസം 4-ാം തീയതി ചീഫ് സെക്രട്ടറി 16-ാം തീയതി വൈകിട്ട് 4:30 ഹിയറിങ്ങിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രശാന്തിന് നിർദ്ദേശം നൽകി. പ്രശാന്ത് ഈ നിർദ്ദേശത്തെ കാണുന്നത് തൻ്റെ ഹിയറിങ് ലൈവ് സ്ട്രീമിംഗ് ആയി തന്നെ നടത്തും എന്നതാണ്. അതിന് ചീഫ് സെക്രട്ടറിക്ക് നന്ദിയും പറയുന്നുണ്ട്. ഇതുവരെ സസ്പെൻഷൻ്റെ തുടക്കം മുതൽ ഇപ്പം വരെയുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ സർക്കാർ ചോദിച്ച വിശദീകരണം, അതിന് പ്രശാന്ത് നൽകിയ വിശദീകരണമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റായി ഇട്ടിട്ടുമുണ്ട് എൻ പ്രശാന്ത് IAS. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.